വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും. വാങ്ങിച്ചു വെറും 10,000 രൂപയ്ക്ക് S23 S24 Ultra 5G സ്മാർട്ട്. വെറും 15,000 രൂപ, വെറും 15,000 രൂപ, വെറും 15,000 രൂപയ്ക്ക് നമ്മുടെ ചാനൽ ഒരാൾക്ക് തന്നാലും 16 രൂപയ്ക്ക് തന്നാലും 20,000 രൂപയ്ക്ക് തന്നാലും നമുക്ക് സാധനം കൊള്ളാമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കാവുന്നുണ്ട്. ഒരുപാടൊരു പെണ്ണ് വർക്കാവുന്ന ഫോണൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഓഫർ പ്രൈസാണ് വേണ്ട. അടിപൊളി പെണ്ണ് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാം. ഇത് കൊള്ളാം കേട്ടോ. ഇത് വില കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനം കൊണ്ടാണ് ഞാൻ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പക്ഷേ സൂമിങ് ആയിട്ട് അങ്ങ് കയറി അങ്ങ് അപ്പുറത്തെ വീട്ടിൽ പോയി നിന്ന് അപ്പുറത്തെ സ്ഥലത്തൊക്കെ പോയി കാണാൻ. അതെ ഗൈസ്, നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയായിരിക്കണം, നല്ലൊരു സ്മാർട്ട് ഫോണും ആയിരിക്കണം. അങ്ങനെ ഞാൻ നിങ്ങളിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് S24 സാംസങ് ഗാലക്സി S24 Ultra 5G സ്മാർട്ട് ഫോൺ. ഗൈസ് 16 GB റാം ഉണ്ട്, 1 TB അതായത് 1000 GB സ്റ്റോറേജ്, ഇന്റർണൽ സ്റ്റോറേജുമുള്ള ഈ സാംസങ് ഗാലക്സി S24 Ultra 5G സ്മാർട്ട് ഫോൺ. S24 Ultra 5G സ്മാർട്ട് ഫോൺ വെറും 15,000 രൂപ, വെറും 15,000 രൂപ, വെറും 15,000 രൂപയ്ക്ക് നമ്മുടെ ചാനൽ ഒരാൾക്ക് സ്വന്തമാക്കാം. ഗൈസ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ കാണുക. ഇത് വന്നിട്ട് 16 GB റാമുണ്ട്, പൊളി സാധനം. 1 TB സ്റ്റോറേജ് ഉണ്ട്, അതുക്കും മേലെ പൊളി സാധനം. അപ്പം ബോക്സ് പീസാണ്. നിങ്ങൾക്ക് വാറൻറ്റിയോടെ തന്നെ ഇത് വാങ്ങാമേ. നിങ്ങൾക്ക് ഇതേ കളറിൽ ബ്ലാക്ക്, വൈറ്റ് അല്ല, ഒരുമാതിരി ഗോൾഡ് കളറൊക്കെയാണ് ഇതിൽ കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതേ ഒറിജിനൽ കളറിൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാം, അതും ബോക്സും വിത്ത് വാറൻറ്റിയോടെ. ഇത് ഭീമാപള്ളിയാണ്, ട്രിവാൻഡ്രം ഭീമാപള്ളിയിൽ നിന്ന് തമ്പാനൂർ 6 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്തെത്താവുന്ന ഒരു സ്ഥലമാണ് ഭീമാപള്ളി. അപ്പോൾ ഭീമാപള്ളിയിലെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ HDK എന്ന സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നൊരു ഷോപ്പാണ് ഇത്. അപ്പോൾ ഈ സാധനത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം, ഇതെങ്ങനെയാണ്, കൊള്ളാമോ സാധനം. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ എൻ്റെ പൊളി സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തായാലും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ. ഇപ്പം 5,000 രൂപയ്ക്ക് തന്നാലും 11 രൂപയ്ക്ക് തന്നാലും 16 രൂപയ്ക്ക് തന്നാലും 20,000 രൂപയ്ക്ക് തന്നാലും നമുക്ക് സാധനം കൊള്ളാമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ പെന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സൈഡ് പെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് ആണെന്ന് അറിയണ്ടേ, ചില ഇതൊന്നും വർക്കാവത്തില്ല. ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഈ പെന്നുണ്ട്, ഇതൊക്കെ വർക്കിംഗ് ആണ്. അപ്പം ഉള്ളിൽ വർക്കാവണോ എന്ന് ഡൗട്ടുണ്ട്. ഗൈസ് വർക്കിംഗ് കേട്ടോ, പെന്ന് വർക്കാവുന്നുണ്ട്. ഒരുപാടൊരു പെന്ന് വർക്കാവുന്ന ഫോണൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഓഫർ പ്രൈസാണ് കേട്ടോ. S24 Ultra തന്നെയാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരുന്നതിൽ അഭിമാനമുണ്ട് ഗൈസ്. കണ്ടില്ലേ, അപ്പം പെന്നും വർക്കിംഗ് ആണ്. അടിപൊളി പെന്ന് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാം. ഇത് കൊള്ളാം കേട്ടോ. ഇത് വില കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. S24 Ultra എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂമിംഗ് ഒക്കെയാണ്, ക്യാമറ ഇങ്ങനെ ഇടിച്ച് പൊത്ത് അവിടെ പോയി നിൽക്കുന്ന സംഭവമാണ് നമ്മുടെ മനസ്സിലാക്കാം. ഇത് അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, അത്ര ഇടിച്ചൊന്നും പോകത്തില്ല, ജസ്റ്റ് അവിടെ നിൽക്കും അത്ര തന്നെ. നോക്കി തന്നെ ക്യാമറ ഒക്കെ കൊള്ളാം, അത്യാവശ്യം കൊള്ളാന്നേ പറയാനുള്ളൂ. പുറത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം, എടുത്ത് കാണില്ല. അപ്പം സാധനം കൊള്ളാം കേട്ടോ. ബോഡി എല്ലാം പുതിയ ഇത് പഴയതല്ല കേട്ടോ. ഇതിന്റെ സെയിം മോഡല് വൈറ്റും ഉണ്ട്, ഇതുണ്ട്. പക്ഷെ ഇത് കൊള്ളാം, സാധനം കൊള്ളാം. അങ്ങനെ ഞാൻ ഇതിലുമായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പം ഒരു കലയൊക്കെ ഉണ്ട്, ഇത് കൊണ്ടു നടക്കാനും കൈ ഇങ്ങനെ വെച്ചിരിക്കാനും എല്ലാവരും നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മളെ എല്ലാവർക്കും അറിയാമല്ലോ, മോഡൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സാംസങ്ങിൻ്റെ S24 S23 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാവരും നോക്കി ആ ഒരു കൗതുകം കാണുന്നുണ്ട്. സംഭവം കൊള്ളാം, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നമുക്ക് അതുകൊണ്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഇതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഭാഗത്ത് നോക്കിയാണ്, ഇത് സെൻസറാണെന്ന് തോന്നുന്നു. ആ സെൻസറിൻ്റെ അവിടെ ചെറിയൊരു ബ്ലൂ കാണുന്നുണ്ടോ. അതേപോലെ താഴത്തെ ക്യാമറയിലും ഈ ക്യാമറയിലും ബ്ലൂ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഈ ക്യാമറയിലും ബ്ലൂ കാണുന്നുണ്ട്. കണ്ടില്ലേ, പക്ഷെ ക്യാമറ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം ഒരു ബ്ലൂ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, ഈ ഒരൊറ്റ ക്യാമറയിൽ ബ്ലൂ ഇല്ല. ശ്രദ്ധിച്ച് നോക്കിയാണ്, ഈ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ ഇതിൽ വർക്കിംഗ് എന്ന് പറയാനായിട്ട്. ബാക്കി ഈ ബ്ലൂ കാണുന്ന എല്ലാ ക്യാമറകളും കംപ്ലൈൻ്റ് ആണ്. അതൊക്കെ ഡെമോ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം ഏതാണ്ട് മനസ്സിലായി കാണാം. അപ്പം ആ ഒരു ഡിഫക്റ്റ് ഇതിലുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹം നമുക്ക് കാണും. അത് ഉറപ്പാണ്. വില കുറവായിട്ട് പറയുന്നതല്ല, ഫോണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ അത്ര ഒരു ഗാംഭീര്യത ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ആ ഒരു പെർഫോമൻസാണ്. ക്യാമറ പെർഫോമൻസ് എന്ന് പറയുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ക്യാമറ ഒരുപാടൊന്നും അങ്ങ് ഇടിച്ചു കയറി പോകത്തില്ല. ചെറിയൊരു പെർഫോമൻസ് ഇത്ര തന്നെയാണ്. അതിൻ്റെ ഒരു സൂമിങ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്യാമറ ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പക്ഷേ സൂമിങ് ചെയ്ത് അങ്ങ് ഇടിച്ചു കയറി ഒന്നും പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളിത് വാങ്ങരുത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പക്ഷേ സൂമിങ് ആയിട്ട് അങ്ങ് കയറി അങ്ങ് അപ്പുറത്തെ വീട്ടിൽ പോയി നിന്ന് അപ്പുറത്തെ സ്ഥലത്തൊക്കെ പോയി കാണാൻ പറ്റും. എൻ്റെ ഫോണിൽ അടുത്ത് കാണിച്ചില്ല കണ്ടല്ലേ, ഈ ഒരു വലിയൊരു കുറവ് ഇതിലുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ നല്ല സൂമിങ് ഫോക്കസ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ സൂമിങ് പോകുമ്പോഴത്തേക്കും ആ ക്വാളിറ്റി അങ്ങ് പോകുന്നുണ്ട്. അതേപോലെ അത്ര വലിയ സൂമിങ്ങും ആവുന്നുമില്ല. ആ ഒരു വലിയൊരു കുറവ് ഇതിലുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. പിന്നെ സെൽഫി ക്യാമറ ഇട്ട് വരുമ്പം അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. സെൽഫി ക്യാം കാണുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാനും പറ്റില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ അത്ര വലിയ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഫ്രണ്ട് സെൽഫി ക്യാം എനിക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് ഒറിജിനൽ അല്ല അല്ലേ, സാധനം കോപ്പിയാണ്. അയ്യേ, ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ആയിരിക്കും. അപ്പൊ ഒറിജിനൽ അല്ല, കോപ്പിയാണ്. വാ നോക്ക്, വന്നിട്ട് നോക്കാതെ പോലെ വെറും 15,000 രൂപയ്ക്ക് S24 Ultra 5G സ്മാർട്ട് ഫോൺ. ഒരാളുടെ നോക്കിയാണ് എങ്ങനെയുണ്ട്, നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറ. വെറും 15,000 രൂപ, വെറും 15,000 രൂപയ്ക്ക് S24 Ultra. ചേന്ന് പറഞ്ഞ മുഖം ചുളുങ്ങി. 1 TB ലാഭം മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പുളിയല്ലേ അപ്പൊ കോപ്പിയാണ്. ഒറിജിനൽ നമ്മൾ ആലേക്ക് തരും. ഫ്രണ്ട് ക്യാമറ ഇല്ല, എന്ത് കംപ്ലൈന്റ് വിചാരിച്ചല്ലേ? ഒറിജിനൽ മനസ്സിൽ വിചാരിച്ചത് തന്നെ. അപ്പൊ ഇത് കാഴ്ചയ്ക്ക് ഒറിജിനൽ ആയിട്ടില്ല തോന്നുന്നല്ലേ? എനിക്ക് ഇങ്ങനെ കേട്ടതുകൊണ്ടാ, ഫസ്റ്റിലെ എനിക്ക് അറിഞ്ഞ് കേട്ടത് കൊണ്ടാവാം എന്റെ കണ്ണില് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ ഫസ്റ്റ് അറിയാതെ ഒരാൾക്ക് ഇത് ഒറിജിനൽ ആയിട്ടേ തോന്നുള്ളൂ കേട്ടോ, അല്ലെ? പുള്ളിക്കും വേണ്ട ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്. അപ്പൊ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും, വാങ്ങിച്ചോ. വെറും 15,000 രൂപയ്ക്ക് S24 Ultra 5G സ്മാർട്ട് ഫോൺ. ബൈ.